ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്ന് നമ്മൾ ഒരു ഓണം സ്പെഷ്യൽ ആയിട്ട് ഒരു കാറിനെ കാണാനാണ് വന്നിരിക്കുന്നത്. പിന്നെ നമുക്കൊരു വോൾസ്വാഗന്റെ ഷോറൂം, ഇത് മരട് ലൊക്കേഷനുള്ള വോൾസ്വാഗൻ ഷോറൂമാണ് കൊച്ചിൻ. അതെ, അപ്പൊ നമുക്ക് ഷോറൂമും കാണാം. ആ ഓണം സ്പെഷ്യൽ എന്താണെന്ന് നമുക്ക് അകത്തെത്തിയിട്ട് കാണാം അല്ലെ. ഇറ്റ്സ് എ പീസ് ഓഫ് ഇറ്റ്സ് സെഗ്മെന്റ്. അതെ. റിവ്യൂസിന്റെ അതിപ്രസരവുമായ റിവ്യൂസ്. വെൽക്കം ടു അവർ ചാനൽ. സോ ഗൈസ്, നമ്മുടെ ഇന്നത്തെ അതിഥി ഫോക്സ്വാഗൺ വേർട്ടസ് 1 ലിറ്റർ TSI. സോ ഞാൻ പറഞ്ഞ ആ സ്പെഷ്യൽ ഓണം എഡിഷൻ പറഞ്ഞില്ലേ, അതാണിത്. വേർട്ടസ് ഓണം എഡിഷൻ അല്ലെങ്കിൽ സ്പെഷ്യൽ എഡിഷൻ തന്നെ പറയുന്നതാണ്. ഓണത്തിന് അവർ സ്പെഷ്യൽ ആയിട്ട് കൊണ്ടുവന്ന ഒരു വേരിയന്റ് ആണിത് അല്ലേ? അതെ, പറയുമ്പോൾ അടിപൊളിയായിട്ട് കൊണ്ടുവന്നു. ആക്ച്വലി ഇത് എനിക്ക് ആദ്യം ഒരു സർപ്രൈസ്ഡ് ആയിരുന്നു. കാരണം നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത ടൈഗണും ബ്ലാക്ക് ആയിരുന്നു, ഇതും ഇപ്പൊ നമുക്ക് ചെയ്യാൻ കിട്ടിയതും ബ്ലാക്ക്. അതൊരു കോയിൻസിഡൻസ് ആണ്. ബ്ലാക്ക് തന്നെയാണ് ഒരു ഓണം എഡിഷൻ ആയിട്ട് ഡിസ്പ്ലേയിൽ വെച്ചിരിക്കണം അല്ലേ? ആക്ച്വലി ഇത് വേർട്ടസിന്റെ ഹൈലൈൻ വേരിയന്റ്. ഹൈലൈൻ 1 ലിറ്റർ മാനുവൽ ഹൈലൈൻ. അപ്പോ നമുക്ക് അതിന്റെ റിവ്യൂലേക്ക് പോവാം അല്ലേ? സോ നമുക്ക് ഇതിന്റെ ഫ്രണ്ട് ലുക്കിലേക്ക് വരാം അല്ലേ? ഇതൊരു സെഡാൻ ആയിട്ട് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് നല്ല ഹൈറ്റ് തോന്നുന്നുണ്ട് അടിയിൽ നിന്ന് കാണുമ്പോൾ. സത്യത്തിൽ എനിക്ക് ചെറിയ ഓക്വേർഡ്നെസ് തോന്നാറുണ്ട്. പക്ഷെ ഇതിന്റെ സെഡാൻ അല്ലേ, ഇതിന്റെ ലോവേർഡ് വേർഷൻ ഞാൻ കണ്ടിട്ട് ഭയങ്കര ലുക്കാണ്. ഇത് കുറച്ച് പൊങ്ങിയിരിക്കണോണ്ട് ഫ്രണ്ടിൽ നിന്ന് കാണാൻ ഒരു ചെറിയ ഓക്വേർഡ്നെസ് ഉണ്ട്. പക്ഷെ അത് നമ്മുടെ റോഡ്സും നമ്മുടെ ഇതും കാണിക്കാൻ വേണ്ടി, നമ്മുടെ ഇപ്പോഴത്തെ റോഡ് കണ്ടീഷനും ഇതിന് വേണ്ടിയിട്ടാണ് അവർ ഇത്രയും ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് കൊടുത്തിരിക്കണം. പിന്നെ ഇവിടെ നമുക്ക് ആ ക്രോം എലമെന്റ് കാണാം. ഇത് 1 ലിറ്റർ ഹൈലൈൻ ആ ഒരു ഓണം എഡിഷൻ ആയതുകൊണ്ട് അവർ കുറച്ച് നല്ല ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഫുൾ LED ഹെഡ് ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം ടോപ്പ് സ്പെക്ക് വരുമ്പോൾ ഇവിടെ പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് ആണ് വരുന്നത്. അത് കാണാൻ കുറച്ചുകൂടി ഭംഗിയാണ്. LED ലൈറ്റ് ഇങ്ങനെ സ്ട്രിപ്പ് പോണതുകൊണ്ട് ഇവിടെ അടിയിലാണ് ആ LED ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ടൈഗുണ്ട് ഹൈലൈനും കൊടുത്തിരിക്കുന്ന ആ സെയിം LED DRL ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത് ഒരു ടോപ്പ് സ്പെക്ക് നോക്കുമ്പോൾ എനിക്ക് ഇതിന്റെ ലുക്കും ഓക്കെയാണ്. എനിക്ക് പഴയ ജെറ്റയുടെ ഒരു ചെറിയൊരു ലുക്ക് ഈ ഹെഡ്ലൈറ്റിന് തോന്നാറുണ്ട് ഇടയ്ക്ക്. ഇതിന് ടോപ്പ് സ്പെക്കിന് മറ്റേ പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് ആണ് വരുന്നത്. പക്ഷെ ഇതിന് ഒരു അത്യാവശ്യം ഫീച്ചേഴ്സ്, ഇവിടെ കോർണറിംഗ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്, ഫോഗ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഇത് ഹാലജൻ ആണ്, ഇത് മാത്രം ഫുൾ LED ആണ്. ഇവിടെ കുറച്ച് ബ്ലാക്ക് ഇത് കൊടുത്തിട്ടുണ്ട്, ഇത് ഹൈലൈൻ ആയതുകൊണ്ട്. പക്ഷെ ഓക്കെ, കാണാൻ അങ്ങനെ ഓക്വേർഡ്നെസ് ഇല്ല. ഇത് ബ്ലാക്കും കൂടിയല്ലേ, കാണാൻ നല്ല ഭംഗിയാണ്. ഇവിടെ ഹണി കോമ്പൊന്നും കൊടുത്തിട്ടില്ല, ജസ്റ്റ് ആ സെഡാന്റെ ഒരു പ്രൊപ്പോർഷനിലുള്ള രീതിയിലുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ജർമ്മന്റെ ഒരു ഫീലാണല്ലോ, ഫുൾ ഷാർപ്പ് ലൈൻസ് അതെല്ലാവിടെയും കൊടുത്തിട്ടുണ്ട്. ഇവിടെയും എല്ലാവിടെയും കൊടുത്തിട്ടുണ്ട്, ഷാർപ്പ് ലൈൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ സൈഡിലേക്ക് പോകല്ലേ? സോ ഗൈസ്, നമുക്ക് ഇതിന്റെ ഒരു സൈഡ് ലുക്കിന്റെ ഒരു റിവ്യൂലേക്ക് വരാൻ ഫസ്റ്റ് ഓഫ് ഓൾ അതിന്റെ ഒരു അലോയ് വീൽസ് സിൽവർ ഫിനിഷിലാണ് ഒരു അലോയ് വീൽസിന്റെ ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. 205/55 R16 ആണ് ടയർ പ്രൊഫൈൽ വരുന്നത്. ഇതിന് ആക്ച്വലി കമ്പനി തന്നെ ഒരു ബ്ലാക്ക് ഔട്ട് ചെയ്യുന്ന ഒരു ഫീച്ചർ ഇത് കൊടുത്തിട്ടുണ്ട്, ആഡ് ഓൺ പോലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന്റെ ഡോർ ഹാൻഡിൽസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു സിൽവർ ഫിനിഷിംഗ് കൊടുത്തിട്ടുണ്ട്. അത് എല്ലാ ഡോർ ഹാൻഡ്സിലും കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ 2 ഡോർ ഹാൻഡ്സിലാണ് ഒരു റിക്വസ്റ്റ് സെൻസറിന്റെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് 179 mm. ആക്ച്വലി ഈ സെഗ്മെന്റിലെ സെഡാൻ കാർസിന്റെ ബെസ്റ്റ് ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ഈ കാറിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിന്റെ ഒരു ഫ്യൂൽ ടാങ്ക് അപ്പുറത്തെ സൈഡിലാണ് ആ ലിഡ് കൊടുത്തിരിക്കുന്നത്. 45 ലിറ്റേഴ്സിന്റെ ടാങ്കാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു ഷാർപ്പ് കട്ട്സ് ആൻഡ് ക്രീസസ് ലൈൻസ് കാർ ത്രൂ ഔട്ട് ഫോളോ ചെയ്ത് പോയിട്ടുണ്ട്. ഫോക്സ്വാഗന്റെ ഒരു റൈറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പീസസ് ലൈക്ക് ഗ്ലോസി ബ്ലാക്ക് ആണ് ടോപ്പ് എൻഡിലേക്ക് വരുമ്പോൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു മിറേഴ്സ് ഓട്ടോ റിട്രാക്റ്റബിൾ ആണ്, ഓട്ടോ അഡ്ജസ്റ്റ്മെന്റ്സ് എല്ലാം പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന മിറേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ഷാർക്ക് ഫിൻ ആന്റിന വിച്ച് ഇസ് ഗിവൺ ഇൻ ഗ്ലോസ് ബ്ലാക്ക്. പിന്നെ എല്ലാം കൊണ്ടും അടിപൊളിയാണ്. സോ ഗൈസ്, നമുക്ക് ഇതിന്റെ റിയറിന്റെ ഒരു വിശേഷത്തിലേക്ക് വരികയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആ ഒരു ശ്രദ്ധ പോകുന്ന ഫോക്സ്വാഗന്റെ ആ ഒരു ലോഗോ, ആ ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് 2D ലോഗോ. പിന്നെ അതിന്റെ ഒരു സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്, അത് താഴെയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ടോപ്പ് വേരിയൻസിലേക്ക് വരാണെങ്കിൽ ഇവിടെ ഒരു സ്പോയിലർ കൊടുത്തിട്ടുണ്ട്, ഒരു ലിപ് സ്പോയിലർ ചെറിയൊരു പീസാണ് കൊടുത്തിരിക്കുന്നത്, ഗ്ലോസ് ബ്ലാക്ക് ഫിനിഷിലും വരുന്നത്.
പിന്നെ വരാണെന്നുണ്ടെങ്കിൽ വേർട്ടസിന്റെ ഒരു ബാഡ്ജിങ് സിൽവർ ഫിനിഷിംഗ് കൊടുത്തിട്ടുണ്ട്, TSI എഞ്ചിന്റെ ഒരു സ്പെസിഫിക്കേഷൻ കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ലൈറ്റ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ബ്രേക്ക് ലൈറ്റ് ആവട്ടെ, ഇൻഡിക്കേറ്റർ ലൈറ്റ് ആവട്ടെ, റിവേഴ്സ് ലൈറ്റ് ആവട്ടെ, എല്ലാം LEDs ആണ് കൊടുത്തിരിക്കുന്നത്, വിച്ച് ഇസ് ആക്ച്വലി ഗുഡ്. പിന്നെ ആ ഒരു റിവേഴ്സ് ലൈറ്റ് ഇടുമ്പോൾ ഉള്ള ഒരു കാണുമ്പോൾ ലുക്ക്, ആ ഒരു ക്രിസ്റ്റൽ ലൈക്ക് ഫിനിഷ് നമുക്ക് കാണാൻ കഴിയും. പിന്നെ പറയുകയാണെങ്കിൽ അതിൻ്റെ ഒരു റിവേഴ്സ് പാർക്കിംഗ് സെൻസേഴ്സ് 3 കൊടുത്തിരിക്കുന്നത്. പിന്നെ അടിയിലേക്ക് വരുമ്പോൾ റിഫ്ലക്ടേഴ്സ് കൊടുത്തിട്ടുണ്ട്, ഡിഫോഗ് കൊടുത്തിട്ടുണ്ട്, എല്ലാം കൊണ്ടും ഒരു വെൽ പാക്ഡ് ആണ്. പിന്നെ ഇതിന്റെ ഒരു ബൂട്ട് സ്പേസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ 521 ലിറ്റേഴ്സിന്റെ ബൂട്ട് സ്പേസ് ആണ് കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അവിടെ തന്നെ നമുക്കിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈഗുള്ളിൽ കണ്ട റോക്ക് ഫീച്ചർ കൊടുത്തിട്ടില്ല, പക്ഷെ ഒരു ഹാൻഡിൽ ഫീച്ചർ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ലൈറ്റ് പ്ലേസ്മെന്റ് കൊടുത്തിട്ടുണ്ട്, ടൂൾ കിറ്റ്, ജാക്കി, അങ്ങനത്തെ എല്ലാ ഐറ്റംസും കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ അടിയിലാണ് സ്പെയർ വീൽ വരുന്നത്. പിന്നെ വരാണെന്നുണ്ടെങ്കിൽ റിവേഴ്സ് ക്യാമ്പ് കൊടുത്ത് ഒരു ഇന്റഗ്രേഷൻ കാണാൻ കഴിയും. സോ ഇതിൽ കൊടുത്തിരിക്കുന്ന മറ്റൊരു ഫീച്ചറാണ് ഇതിന്റെ ഒരു ബൂട്ട് റിലീസ് ഫംഗ്ഷൻ. അത് കീ ഫോബിൽ തന്നെ കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ എഞ്ചിൻ സൈഡ് നമുക്ക് കാണാം അല്ലേ. ഇത് 1 ലിറ്റർ മാനുവൽ ആണ്, 113 bhp, 178 Nm ടോർക്ക്, 3 സിലിണ്ടർ ടർബോ ചാർജ് DOHC എഞ്ചിൻ, 3 സിലിണ്ടർ ആണ്. നമ്മൾ നേരത്തെ GT അത് 4 സിലിണ്ടർ ടോപ്പ് സ്പെക് ആയിരുന്നു, അത് 1.5 DSG. 1.5. ഇതിന് ഒരു 6 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ഗിയർ ബോക്സും ഉണ്ട്, എസിൻസോസ്ഡ് ആണ്, ഓട്ടോമാറ്റിക് മാനുവലും ഉണ്ട്. നല്ല 3 സിലിണ്ടറിന്റെ ഒരു ഇത് കൊടുത്തിട്ടുണ്ടല്ലോ, ആ ഒരു 3 വരെ കാണിക്കുന്ന സ്ലാറ്റ്സ് കൊടുത്തിട്ടുണ്ട്, ആ ഒരു ഡീറ്റെയിലിംഗിന്റെ ഭാഗമായിട്ട്. ഫുൾ ബ്ലാക്ക്ഡ് ഔട്ട് തന്നെയാണ്. പക്ഷെ 1.5 വരുമ്പോഴാണ് ഫുൾ ഒരു കവറിങ് വരുള്ളൂ. ചെറിയ എഞ്ചിനും കൂടിയല്ലേ, 3 സിലിണ്ടറിന് ഒരു ഹോട്ട്നെസ്, ഒരു ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ ഒരു കൂളന്റ് ചെയ്യുന്ന ഒരു പമ്പ് ചെയ്യുന്ന ഒരു സിസ്റ്റം നല്ല രസമാണ്. പക്ഷെ ഇതിന് എനിക്ക് തോന്നുന്നു 1.5 വരുമ്പോ കുറച്ചുകൂടി ഒരു സൈസ് തോന്നിക്കും, ആ ഒരു എഞ്ചിൻ സൈസിന്റെ. ലൈക് ബിഗർ എഞ്ചിൻ കൊള്ളാം, ഒരു ഇതാണല്ലോ കൊടുത്തിരിക്കുന്നത്. പിന്നെ ആ ഒരു ഇൻസുലേഷൻ നല്ലോണം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ഇന്റീരിയർ. സോ നമുക്ക് ഇതിന്റെ ഇന്റീരിയറിൽ കാണുമ്പോൾ തന്നെ നല്ല ഒരു ഫീൽ ഒക്കെ ഉണ്ട് കേട്ടോ. ഇതിപ്പോ ആ ഒരു 1 ലിറ്റർ ഹൈലൈൻ ഒരു മിഡ് വേരിയന്റ് ആയിട്ടും അത്യാവശ്യം നല്ല ഒരു ലേ ഔട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്ക് എടുത്തു പറയാനുള്ള അനലോഗ് ആണ് ഇത്. ഞാൻ ആ വീഡിയോയിലും പറഞ്ഞു, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിന്റെ അനലോഗ് ക്ലസ്റ്റർ, കാണാനും നല്ല ഭംഗിയാണ്. നമുക്ക് ആനിമേഷൻ ഉണ്ട്, ഇത് ഡോറ് തുറന്നൊക്കെ കാണിക്കും. പിന്നെ എല്ലാ സെൻസേഴ്സിന്റെ വാർണിംഗ് ഈ ലെഫ്റ്റ് സൈഡിൽ കാണിക്കും. പിന്നെ പറയുകയാണെങ്കിൽ നമുക്ക് എഞ്ചിന്റെ ടെമ്പറേച്ചർ മീറ്റർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഫ്യൂൽ മീറ്ററും കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ലേ ഔട്ട് ആണ് ഇതിന്റെ അനലോഗ് ക്ലസ്റ്റർ. പിന്നെ അതിൽ ആ ഇലുമിനേഷൻ കൊടുത്തിട്ടുണ്ട്, ഇതിന്റെ മെർക്കുറി ആ ഒരു ഗ്ലോയിങ് ഫിനിഷിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതിന്റെ സ്റ്റിയറിംഗ്, നല്ല രസമുണ്ട്. പക്ഷെ GT-യിൽ ഒരു പെർഫറേറ്റഡ് ലെതറാണ് കൊടുത്തിരിക്കുന്നത്, ഒരു നോർമൽ ലെതറാണ് കൊടുത്തിരിക്കുന്നത്. നല്ല കുഴപ്പമില്ല, നല്ല നീറ്റാണ് കാണാൻ. പിന്നെ ഇവിടെ ഓട്ടോ ഹെഡ് ലാമ്പ്സ് കൊടുത്തിട്ടുണ്ട് നമുക്ക്. പിന്നെ എടുത്തു പറയേണ്ടത് ടോപ്പ് ലൈൻ എടുക്കുമ്പോൾ നമുക്ക് ഇവിടെ ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റിംഗ് സീറ്റ്സ് ആണ്, പക്ഷെ ഇവിടെ മാനുവലി നമ്മൾ ചെയ്യണം. കുഴപ്പമില്ല, ഒരു വേരിയന്റ്, ഒരു മിഡ് വേരിയന്റ് അല്ലേ, അപ്പൊ അതിൽ അവരെ കൊടുത്തിട്ടുള്ളൂ. മറ്റേത് ഇലക്ട്രോണിക്കലി നമുക്ക് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ ലോക്ക് അൺലോക്ക് കൊടുത്തിട്ടുണ്ട്. ഓട്ടോ അപ്പ് ഡൗൺ ഒറ്റ വിൻഡോ സൈഡ് മാത്രമേ ഉള്ളൂ, വിച്ച് ഇസ് ഓക്കെ, കുഴപ്പമില്ല. അത്യാവശ്യം നമുക്ക് ഫുൾ കൊടുക്കായിരുന്നു, അത് കൊടുത്തിട്ടില്ല. ഇവിടെയൊക്കെ ഗ്ലോസി ഫിനിഷ് കൊടുത്തിട്ടുള്ളതുകൊണ്ട് ഇവിടെയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇവിടെയാണ് നമുക്ക് ആ ഒരു ഓക്വേർഡ്നെസ്. പിന്നെ ക്ലബ് ബോക്സ് സെയിം നമ്മുടെ ടൈക്കിൾ പറഞ്ഞ തന്നെ കൂൾഡ് ആണ്, നല്ല സ്പേഷ്യസ് ആണ്. സീറ്റ്സ് എടുത്ത് പറയണം, ഇത് ഫാബ്രിക് സീറ്റ്സ് ആണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോഫ്റ്റ് ആണ്, നല്ല ഇരിക്കാനും നല്ല സുഖമുണ്ട്, നല്ല രസമുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട്, ഐലൈനിന് ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട്. കംഫർട്ട് ലൈനിൽ ആംറസ്റ്റ് ഇല്ല, അത് നമുക്ക് പറയാം, ഡിഫറൻസസ് നമുക്ക് പറയാം. എന്തായാലും വയർലെസ് ചാർജിങ് കൊടുത്തിട്ടുണ്ട്, 2 C ടൈപ്പ് പോർട്സ് കൊടുത്തിട്ടുണ്ട്, ഇവിടെ LED ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. സൺഗ്ലാസ് ഹോൾഡർ കൊടുത്തിട്ടില്ല, അതൊരു ചെറിയ ഡ്രോബാക്ക് ആയിട്ട് തോന്നി. പിന്നെ വിത്ത് ലൈറ്റ് അല്ല, ജസ്റ്റ് മിറർ മാത്രമേ ഉള്ളൂ. പിന്നെ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്, അത്യാവശ്യം നല്ല ക്വാളിറ്റി സ്പീക്കേഴ്സ് ആണ്, വോൾസ്വാഗന്റെ സ്പീക്കർ തന്നെയാണ്. പിന്നെ ഇവിടെ 12 വോൾട്ടിന്റെ ചാർജിങ് കൊടുത്തിട്ടുണ്ട്, 2 കപ്പി ഹോൾസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് സ്റ്റോറേജ് ഉണ്ട്, ബോട്ടിൽ വയ്ക്കാം. അത്യാവശ്യം നല്ല കൊടുത്തിട്ടുണ്ട് അവര്, നമുക്ക് പ്രാക്ടിക്കാലിറ്റി ഒക്കെ നല്ലോണം കൊടുത്തിട്ടുണ്ട്. സോ ഇത് 1 ലിറ്റർ ഹൈലൈൻ ആയിട്ടും നല്ല ആ സെയിം ടോപ്പ് സ്പെക്കിന്റെ ആ ഒരു ടച്ച് സ്ക്രീൻ കൊടുത്തിട്ടുണ്ട്, 10 ഇഞ്ച്, നല്ല യൂസ്ഫുൾ ആണ്. നമുക്ക് എല്ലാ കാറിന്റെ ഡീറ്റെയിൽസ് ഉണ്ട്. പിന്നെ മെയിൻ എടുത്ത് പറയാനുള്ളത് ആൻഡ്രോയിഡ് ആപ്പിൾ കാർപ്ലേ വയർലെസ് ആണ്, ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്യാം, നമുക്ക് ഇവിടെയൊക്കെ ഓപ്ഷൻസ് കാണിക്കും. പിന്നെ വണ്ടിയുടെ ഡീറ്റെയിൽസ് കാണിക്കും. നമുക്കിത് ക്ലിക്ക് ചെയ്ത ഡ്രൈവിംഗ് ഡാറ്റ നമ്മൾ ആ ടൈഗോണിൽ ചെയ്തപ്പോൾ തന്നെ എല്ലാ ടൈഗോണിലുള്ള ആ ഒരു ഫീച്ചേഴ്സ് ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്, ഒരു ടച്ച് സ്ക്രീനിലെല്ലാം ഈ വേരിയന്റ് ആയിട്ടും. ഇനി നമുക്ക് ബാക്ക് പോകും. സോ ഗൈസ്, നമുക്ക് ഇതിന്റെ ഒരു ഇന്റീരിയറിന്റെ വിഷയത്തിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന്റെ ഡോർ ക്ലോസ് ചെയ്യുമ്പോൾ ഈ ഒരു തഡ് എക്സലന്റ് എന്ന് പറയണം. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ഒരു സെഗ്മെന്റിൽ വേറൊരു കാഴ്ചനും ഇത്രയും നല്ലൊരു തഡ് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഡോർ സൈഡിലേക്ക് വരുമ്പോൾ നമ്മുടെ ഷോൾഡർ ലെവലിൽ തന്നെയാണ് വിൻഡോയുടെ സെക്ഷൻ പോയിരിക്കുന്നത്.
നമുക്ക് അത്യാവശ്യം എയറിനെസ് ഒക്കെ ഉണ്ട്, നല്ല ഒരു ഭംഗിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഡോർ ഹാൻഡിൽ സിൽവർ ഫിനിഷിംഗ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ലെതറിന്റെ ഒരു പാച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ കൈ ഹോൾഡ് ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റ് ഫിനിഷും ഒരു ടച്ചൊക്കെ നല്ല രസമുണ്ട്. ട്വീറ്ററിന്റെ പ്ലേസ്മെന്റ് കൊടുത്തിട്ടുണ്ട്, സ്പീക്കറിന്റെ പ്ലേസ്മെന്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സീറ്റിംഗ് കംഫർട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ഫാബ്രിക് ആണ് കൊടുത്തിരിക്കുന്നത്, ഒരു ബേജ് കളറിൽ. നമുക്ക് ഹെഡ് റൂം ആണെങ്കിൽ ഇവിടെ സ്കൂപ്പ് ചെയ്ത് നന്നായിട്ട് പോകുന്നതുകൊണ്ട് നല്ല ഒരു ഹെഡ് റൂം നമുക്ക് കിട്ടുന്നുണ്ട്. നീ റൂം നന്നായിട്ടുണ്ട്, ഇവിടെ സ്കൂപ്ഡ് ഔട്ട് ആയതുകൊണ്ട് മാഗസിൻ ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലെഗ് റൂം ആയാലും ആവശ്യത്തിലേറെ ഉണ്ട്. ഇവിടെ സെൻട്രലിലെ ട്രാൻസ്മിഷൻ ടണലിൽ വളരെ താഴ്ന്നിരിക്കുന്നതുകൊണ്ട് മൂന്നാമത് ഇരിക്കുന്ന ഒരാൾക്കും നല്ല സുഖമായിട്ടിരിക്കാം. സെൻട്രലിൽ ഒരു ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ട്വിൻ കപ്പ് ഹോൾഡേഴ്സ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടേക്ക് മുകളിൽ വരാണെന്നുണ്ടെങ്കിൽ LED ലൈറ്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്റ്റീരിയറിൽ കണ്ട ഒരു ബ്ലാക്ക് കളേഴ്സ് ഉണ്ട്, അതിന്റെ നേരെ കോൺട്രാസ്റ്റ് ആണ് ഇന്റീരിയറിൽ ഉണ്ട്. ഫുൾ വൈറ്റ് ആ ഒരു ബേജ് കളറാണ് കൊടുത്തിരിക്കുന്നത്, വിച്ച് ഇസ് ആക്ച്വലി ഗുഡ്. പിന്നെ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്, ഐസോഫിക് ചൈൽഡ് സീറ്റ് മൗണ്ട്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വരാണെന്നുണ്ടെങ്കിൽ റിയർ AC വെൻസ്, കൺട്രോൾസ് ഇല്ലെങ്കിലും നമുക്ക് AC വെൻസ് കൊടുത്തിട്ടുണ്ട്. ട്വിൻ സീ പോർട്സ് കൊടുത്തിട്ടുണ്ട്, മാറ്റ്സ് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൊടുത്ത് നല്ല നീറ്റ് ലേഔട്ട് ആണ്. പിന്നെ ഇവിടെ എയർ ബാഗിന്റെ പ്ലേസ്മെന്റ്, ആക്ച്വലി കാറിൽ 6 എയർ ബാഗ്സ് ആണ് ആസ് സ്റ്റാൻഡേർഡ് വരുന്നത് ഫ്രം ബേസ് ടു ടോപ്പ് വേരിയൻസ്. സോ യാ, കീ നമ്മുടെ നോർമൽ വോൾസ്വാഗന്റെ ഇപ്പൊ വേർട്ടസിനായാലും ടൈഗറിനായാലും സെയിം ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇത് നമ്മുടെ ടോപ്പ് മോഡൽ ആണെങ്കിലും ഹൈലൈൻ എടുത്താലും സെയിം കീ തന്നെയാണ്, ഫ്ലിപ്പ് കീ ആണ്. പിന്നെ നമുക്ക് വോൾസ്വാഗൻ ഫ്രീ ആയിട്ടൊരു വോൾസ്വാഗന്റെ ഒരു കീ ചെയിൻ കൊടുത്തിട്ടുണ്ട്, ലോഗോ ഉള്ളത്, കാണാൻ നല്ല ഭംഗിയാണ്. സോ നമുക്ക് ഡ്രൈവ് പോവാം അല്ലേ? യെസ്. എങ്ങനെയുണ്ട് പൊസിഷൻ? എടാ, കയറി ഇരിക്കുമ്പോൾ തന്നെ ആ ഒരു കംഫർട്ട് ഉണ്ടല്ലോ സീറ്റിന്റെ സൈഡിൽ നിന്ന്. ഇപ്പോൾ ഒരു ഫാബ്രിക് ഫിനിഷ് ആണെങ്കിലും ആ ഒരു കംഫർട്ട് ഫീൽ, ഒരു ടച്ച് ഫീൽ ഒക്കെ ഉണ്ടാവും. ഭയങ്കര സോഫ്റ്റ് ആണ്, അത്ര ഹാർഡായിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല. നല്ലൊരു ഇതാണ് എനിക്ക്, ഞാൻ മറ്റേ കഴിഞ്ഞ റിവ്യൂ പറഞ്ഞില്ലേ, എനിക്ക് ആക്ച്വലി സെഡാൻസ് ഭയങ്കര ഇഷ്ടം. എന്താ വെച്ചാൽ പൊസിഷൻ, ആ ഡ്രൈവിംഗ് പൊസിഷൻ ഉണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ വേർട്ടസ് എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള ഒരു വണ്ടിയായിരുന്നു, എസ്പെഷ്യലി ഇത് മാനുവൽ. മറ്റേ ഡ്രൈവിംഗ് പൊസിഷൻ ടൈഗോണിനേക്കാളും നല്ലതുമാണ്, കൂടുതലും അടിപൊളി ഹാൻഡ്ലിംഗ് ആണ്. ഒരു SUV ആയതുകൊണ്ട് ആ ഒരു പൊങ്ങി നിൽക്കുന്ന ഒരു ഫീലിനേക്കാളും ഒരു റോഡ് പ്രസൻസ് ഒരു താന്ന് നിൽക്കുമ്പോൾ കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ ടൈഗോണിന്റെ കഴിഞ്ഞ റിവ്യൂല് പറഞ്ഞില്ലേ, അനലോഗ് ഡിസ്പ്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അനലോഗ് ആക്ച്വലി ഇത് കുറെ കൂടി ആക്യുറേറ്റ് ആണ്. ഈവൻ ആ ഒരു ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ മറ്റേ ഡിജിറ്റലിന് ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല ആ ഒരു സ്പീഡ് പെട്ടെന്ന് തന്നെ. പക്ഷെ നമ്മൾ ഇങ്ങനെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഈ POV കാണാൻ അടിപൊളി അനലോഗിന്റെ. എനിക്ക് ആ ഡിസ്പ്ലേ കാണാൻ ഇഷ്ടം ഈ സാധാ അനലോഗാണ്. ടിപ്പിക്കൽ വോക്സ്വാഗന്റെ ഒരു റെഡ് ഇൻസേർട്സ് കൊടുത്ത് നല്ല ഭയങ്കര ഭംഗിയാണ്. ഇവിടെ നമുക്ക് എല്ലാ അത്യാവശ്യം ഡീറ്റെയിൽസ് ഉണ്ട്. നമുക്ക് എത്ര മൈലേജ് ഉണ്ട് കാണിക്കും, ലൈവ് മൈലേജ് കാണിക്കും. പിന്നെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട് അത്യാവശ്യം. സോ ഇത് 1 ലിറ്റർ മാനുവൽ ആണ്. നമ്മൾ ആ കഴിഞ്ഞ റിവ്യൂല് പറയണ്ടായിരുന്നില്ല, മറ്റേ എൻതൂസിയാസ്റ്റ് എന്ന് പറഞ്ഞ ആ ഒരു മോഡൽ ഇതാണ് 1 ലിറ്റർ മാനുവൽ. സോ ഇത് ഓണം എഡിഷന്റെ ആണ്, അപ്പോൾ കുറെ ഡിഫറൻസ് കാണാം. സോ ഈ എഞ്ചിൻ കുറച്ചുകൂടി ഡ്രൈവ് സെൻട്രിക് ആണ് മാനുവൽ വന്നപ്പോൾ. ലൈക്ക് ഇതിന്റെ ടോർക്ക് കൺവേർട്ടർ ഉണ്ട്, പക്ഷെ ഇതിന്റെ മാനുവൽ ഭയങ്കര എൻജോയിങ് ആണ് ഓടിക്കാൻ. മെയിൻലി ഒരു സിറ്റി കമ്മ്യൂട്ടർ ആണ്, നിങ്ങൾക്ക് അത്യാവശ്യം മൈലേജ് സ്ട്രെച്ച് ചെയ്ത് ഓടിക്കണം, ഒരു ഡ്രൈവിംഗ് ഫീൽ ഒക്കെ കുറച്ചും കൂടി ബെറ്റർ എനിക്ക് തോന്നുന്നു 1.5-നേക്കാളും 1 ലിറ്റർ മാനുവലിനായിരിക്കും. ഇത് ഡെയിലി യൂസിന് ബെസ്റ്റ് ആണ്. ലൈക്ക് മാനുവൽ ആയിട്ടും അത്യാവശ്യം നല്ല ലൈറ്റ് ക്ലച്ച് ആട്ടോ, അത്യാവശ്യം നല്ല ലൈറ്റ് ക്ലച്ച് ആണ്, നമുക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ മാനുവൽ ആയിട്ട് മൈലേജും കുറച്ചുകൂടി എൻഹാൻസ് ചെയ്യും ടോർക്ക് കൺവേർട്ടറിനെക്കാളും. ഈവൻ ഇതിന്റെ ഒരു റെക്കോർഡ് തന്നെ ക്ലോക്ക് ചെയ്ത് 24 hours ഇത്ര കിലോമീറ്റേഴ്സ് ക്ലോക്ക് ചെയ്തപ്പോൾ തന്നെ മൈലേജ് പറഞ്ഞത് ആ ഒരു സ്ട്രെച്ചിൽ ഓടിച്ചിട്ടും മാക്സിമം 29 km/ലിറ്റർ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ 1 ലിറ്റർ മാനുവൽ ഓട്ടോമാറ്റിക് വെച്ചാൽ ഞാൻ മാനുവൽ ചൂസ് ചെയ്യുള്ളൂ, ബിക്കോസ് ആ ഒരു ഡ്രൈവിംഗ് ഫീൽ വേറെയാണ് മാനുവലിന്റെ. നമുക്ക് കൺട്രോൾസ് കയ്യിൽ കിട്ടുമല്ലോ, അതാണ് ഒരു ഗുണം. പിന്നെ ഗിയർ ബോക്സ് അത്യാവശ്യം നല്ല ഷിഫ്റ്റിംഗ് ആണ്, നല്ല സ്മൂത്ത് ഷിഫ്റ്റിംഗ് ആണ്. 6 സ്പീഡ് ഉണ്ട്, അതുകൊണ്ട് 6th ഗിയറിലേക്കൊക്കെ ഇട്ട് നമുക്ക് ക്രൂസ് ചെയ്ത് പോവാം, നല്ല മൈലേജ് കിട്ടും. ടോപ്പിൽ 200 ഒക്കെ ക്ലോക്ക് ചെയ്ത് ഈസിലി പോകാൻ പറ്റും. 20 ഒക്കെ കാണിച്ചിട്ടുണ്ട് ഹൈവേയിൽ 6th ഗിയറിൽ ഇങ്ങനെ ക്രൂസ് ചെയ്ത് പോയാൽ. അത്രയും നല്ല 80 സ്പീഡിൽ പിടിച്ച് പോയാൽ കിട്ടും. ഡെയിലി യൂസിന് 12 ആ ഒരു റേഞ്ച് കിട്ടും മാനുവലിന്. സോ ഈ ഡ്രൈവിംഗ് പൊസിഷൻ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാ. ആ സെഡാന്റെ ഒരു ഗുണം അതാണ്, നമുക്ക് ആ ഒരു ഹാൻഡ്ലിംഗ് റോഡായിട്ടുള്ള ബ്രെഡ് ആൻഡ് ബട്ടർ ഫീൽ അത് കിട്ടും. പിന്നെ സ്റ്റിയറിംഗ് നല്ല പിടിക്കാൻ നല്ല സുഖമുണ്ട്, നല്ല ഹോൾഡ് ചെയ്യാൻ അടിപൊളിയാണ്, ഫീൽ ഉണ്ട് അത്യാവശ്യം നന്നായി. ഹയർ സ്പീഡ്സിലായാലും ഒരു സ്റ്റിഫ്നെസ് ഒക്കെ കയറി വരുന്നുണ്ട്. പിന്നെ സസ്പെൻഷൻ ലൈക്ക് ടൈഗോണിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ്, കുറച്ച് കൺഫ്യൂസിങ് ആണ്.
ഇടയ്ക്ക് സോഫ്റ്റ്നെസ്സും ഇടയ്ക്ക് ആ ഒരു സ്റ്റിഫ്നെസ്സും ഉണ്ടാവും. പക്ഷെ കുഴപ്പമില്ല, എനിക്ക് ആക്ച്വലി ഇഷ്ടപ്പെട്ടത്. ഇന്ത്യൻ റോഡ്സിന് വേണ്ടി അവർ മാക്സിമം ചെയ്തിട്ടുണ്ട്, നല്ലൊരു സസ്പെൻഷൻ ആയിട്ട് തോന്നി. പിന്നെ ലോ എൻഡ് ലൈക്ക് 1 ലിറ്ററിന് കുറച്ച് ലോ എൻഡ് കുറവുണ്ട് മാനുവലിന്. ലൈക്ക് സെക്കൻഡിൽ നമുക്ക് സ്ലോ സ്പീഡിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല, ഒരു നോക്കിംഗ് വരുന്നുണ്ട്. പക്ഷെ ഒരു മിഡ് റേഞ്ച് എത്തിയ നമുക്ക് ക്രൂസ് 6 ഇടാം, ഒരു 80 എത്തിയ 6 ഇടാം, കംഫർട്ടബിൾ ആണ്. ഒരു 1.5 2ന്റെ അടുത്ത് RPM മെയിൻറ്റെയിൻ ചെയ്ത് പോയിക്കോളും. അത് റിലാക്സ്ഡ് ആണ് 6th ഗിയർ. നമുക്ക് ടേണിംഗ് റേഡിയസും ചെക്ക് ചെയ്യാം. കുഴപ്പമില്ല അല്ലേ? ഈ വണ്ടി നല്ല നീളമുണ്ട്, 4500 mm ലെങ്ത് ഉള്ളതുകൊണ്ട് അത് വെച്ച് എനിക്ക് പിന്നെ ഒരു നെഗറ്റീവ് തോന്നി ഒരു ബീച്ച് ഇൻസേർട്സിന്റെ കളേഴ്സ് ഒക്കെയാണ്. അപ്പൊ അതൊരു ലോങ് എപ്പോഴും ഒരു ഡെയിലി യൂസിനൊക്കെ എടുക്കുമ്പോൾ ഒരു നീറ്റ്നെസ്സും മെയിൻ്റെനൻസും ഒക്കെ ഒരു കുറച്ച് ഡിഫിക്കൽട്ടി ടാസ്ക്കാണ്. എപ്പോഴും ക്ലീൻ ആക്കി വെക്കല് കുറച്ച് ടാസ്ക്കാണ്. ഇതിന് പിന്നെ LED ഹെഡ്ലൈറ്റ്സ് ആണ് വരുന്നത്, നൈറ്റിൽ നല്ല ത്രോ ഉണ്ട്. ഈവൻ എന്റെ ഫോഗിലായാലും ഒരു കോർണറിംഗ് ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ റെസ്പോൺസ് അടിപൊളിയാണ്, സ്റ്റിയറിംഗ് റെസ്പോൺസ്. നമ്മൾ പെട്ടെന്ന് ലെയിൻ ഷിഫ്റ്റ് ചെയ്ത് ഓടിച്ചാലും ആ ഒരു റെസ്പോൺസ്, ഒരു വോബ്ലിംഗ് ഇല്ല, നമ്മുടെ കയ്യിൽ കൺട്രോൾ നിൽക്കും, ആ ഒരു ഫീൽ ഉണ്ട്. എടാ ഇതിപ്പോ ഒരു ഹൈലൈൻ വേരിയന്റ് ആണ് വേർട്ടസിന്റെ. എനിക്ക് ഈ വേരിയന്റ് സത്യം പറഞ്ഞാൽ നല്ലൊരു വാല്യൂ ഫോർ മണി ആയിട്ട് വേരിയന്റ് ആയിട്ട് തോന്നി. എന്തുകൊണ്ടാണെന്ന് അറിയോ? കുറച്ച് ഫീച്ചേഴ്സ് ഇതിന്റെ ഒരു അടിയിൽ വരുന്ന വേരിയന്റ്, അതായത് കംഫർട്ട് ലൈനിൽ നിന്ന് ഇതിലേക്ക് വരുമ്പോൾ ഒരു അപ്ഗ്രേഡ് പോലെ കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ പവർ നോക്കിയാലോ. സെക്കൻഡ് ഗിയർ ആണ്, ആ ഒരു ചെറിയൊരു ഇത് കഴിഞ്ഞാൽ വണ്ടി വലിക്കുന്നുണ്ട് കേട്ടോ. അതാണ് എനിക്ക് ആ മാനുവലിൽ ഇഷ്ടപ്പെട്ടത്. നമുക്ക് അങ്ങനെ ഇത് എന്താ പറയാ, നമുക്ക് ഫുൾ കൺട്രോൾ കിട്ടും ആ പവറിൽ. ആ ഒരു 3 സിലിണ്ടറിന്റെ ടിപ്പിക്കൽ ഡ്രൈവ് ഫീൽ തന്നെ ഉണ്ട് ഇതില്. ചെറിയൊരു നോച്ചിനെസ് ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം അടിപൊളിയായിട്ട് സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട്. പിന്നെ ഒരു വേർഡിക്റ്റ് പറയുകയാണെങ്കിൽ ആർക്കൊക്കെയാണ് ഈ വണ്ടി വേണ്ടതെന്ന് വെച്ചാൽ, ഡെയിലി യൂസും ഹൈവേ റൺസും, എന്നാൽ വാല്യൂ ഫോർ മണി ഒരു മാനുവൽ വിത്ത് പവർ കയ്യിൽ വേണം, എന്തൂസിയാസ്റ്റ് ആണ് എന്നാണെങ്കിൽ നല്ല ചോയ്സ് ആണ് ഈ 1 ലിറ്റർ മാനുവൽ. എസ്പെഷ്യലി 1.5 ലിറ്റർ മാനുവൽ ഉണ്ട്, പക്ഷെ അത് കുറച്ചുകൂടി ഭയങ്കര എക്സ്പെൻസീവ് ആണ്. 3 lakh 2 lakh ഡിഫറൻസ് വരുന്നുണ്ടല്ലോ. ഓൾസോ ഒരു പ്രൈസിംഗ് ഒരു ഏരിയയിലേക്ക് വരുമ്പോൾ കുറച്ച് കൺട്രോൾ ചെയ്തൊരു ലെവലിലേക്കാണ് നിങ്ങളുടെ ഒരു ഓപ്ഷൻസ് എന്നുണ്ടെങ്കിൽ ദിസ് ഇസ് വൺ ടു ബൈ. അല്ല, ലൈക്ക് എന്തൂസിയാസ്റ്റിക് ഫീല് ഈ മാനുവലിന് കൊടുത്തിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് വേർട്ടസിനാണ് കേട്ടോ. ടൈഗോണിനേക്കാളും വേർട്ടസിനാണ് കുറച്ചുകൂടി ഈ ഫീൽ ഉണ്ടാവും. എന്താ വെച്ചാൽ ഹാൻഡ്ലിംഗും ബെറ്റർ ആണ്, നമുക്ക് ഫുൾ കയ്യിൽ കിട്ടുമല്ലോ, എല്ലാ ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട്. പിന്നെ 6 സ്പീഡ് ഗിയർ ബോക്സ് ഉണ്ട്, ആ ഒരു ഫീൽ നമുക്ക് ഓടിക്കാം. അതാണ് ഈ വേരിയന്റ് ഏറ്റവും ഒരു സ്പെഷ്യൽ കാര്യമായിട്ട് എനിക്ക് തോന്നിയത്, ആ ഒരു 1 ലിറ്റർ മാനുവൽ. ഓക്കെ, പിന്നെ എഞ്ചിൻ നോട്ട് ഒരു 1 ലിറ്റർ ആയിട്ടും നല്ലതാണ്, കുഴപ്പമില്ല. 3 സിലിണ്ടറിന്റെ ഒരു റിഫൈൻമെന്റ് കുറവ്, ഒരു 4 സിലിണ്ടർ ചെറിയൊരു കുറവുണ്ട്. ഒരു അത് ബാലൻസ് 4 സിലിണ്ടർ ബാലൻസ് എന്തെങ്കിലും കിട്ടൂല. പക്ഷെ എഞ്ചിൻ നോട്ട് കുഴപ്പമില്ല. 3 സിലിണ്ടറിന്റെ ഒരു 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 സൗണ്ട് ഉണ്ടാവും, ഒരു നോട്ട് ഉണ്ടല്ലോ, അത് ഇതിൽ അത്ര ഇല്ല. കുറച്ചുകൂടി രസമുണ്ട്, അതിന്റെ സ്പോർട്ടി നോട്ട് ഉണ്ട്. എനിക്ക് നമ്മളാ പോളോന്റെ റിവ്യൂല് പറഞ്ഞില്ല റിവേഴ്സ് ഗിയർ, അതിലും ആ കറക്റ്റ് കൊടുത്തിട്ടുണ്ട്, അടിയിലേക്ക് ചെയ്തിട്ടുള്ള ആ റിവേഴ്സ് ഗിയർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇപ്പോഴും ആ ഒരു ഫുൾ സ്ക്രീൻ കൊടുത്തിരുന്നെങ്കിൽ നന്നായിരുന്നു തോന്നാറുണ്ട്. അത് നമ്മൾ ടൈഗോണിലും പറഞ്ഞല്ലേ, സ്ക്രീൻ കുറച്ച് കോസ്റ്റ് കട്ടിങ് ചെയ്തിട്ടുണ്ട്, ഗൈഡ് ലൈൻസും ഇല്ല. കുഴപ്പമില്ല, പക്ഷെ കൊടുത്തിട്ടുണ്ട്. സെൻസേഴ്സും ഉണ്ട്. ഇപ്പൊ കോമ്പറ്റീറ്റേഴ്സ് നോക്കുമ്പോൾ നമുക്ക് ഇതിന് സിറ്റി ഉണ്ട്, വേണ ഉണ്ട്. പക്ഷെ ഒരു വാല്യൂ ഫോർ മണി ഇത്രയും പവറുള്ള ടർബോ 1 ലിറ്റർ വേണമെങ്കിൽ പക്ഷെ ഒരു 4 സിലിണ്ടറിന്റെ ബാലൻസും ഒരു കംഫർട്ട്സ് ഇത് വേണമെങ്കിൽ സിറ്റി ഉണ്ട്. പക്ഷെ ഇഫ് യു ആർ എൻ എന്തൂസിയാസ്റ്റ് യു ഹാവ് ടു ട്രൈ ദിസ് 1 ലിറ്റർ മാനുവൽ. അത്രയൊക്കെ തന്നെ ഉള്ളു അല്ലേ? താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ ഇതിന്റെ ഒരു പ്രൈസിങ് പറയുകയാണെങ്കിൽ ഈ ഒരു വേരിയന്റിന്റെ ഒരു ഓൺ റോഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു 15.5 lakhs ഒരു അറൗണ്ട് ആണ്. ഇതിന്റെ തൊട്ട് മേലുള്ള ടോപ്പ് ലൈൻ 1 ലിറ്റർ മാനുവൽ ആണെന്നുണ്ടെങ്കിൽ ഒരു 19 lakh 19 point something ആ ഒരു റേഞ്ച് ആണ് പറയുന്നത്. If you are an enthusiast, try this 1 liter manual. Yes. Please check it out and do the test drive. Yeah. അപ്പോൾ നമുക്ക് ഇത് കോർഡിനേറ്റ് ചെയ്യാനും എല്ലാം ഹെൽപ്പ് ചെയ്തതും നമുക്ക് ഇതെല്ലാം അറേഞ്ച് ചെയ്ത് തന്നതും നമുക്ക് മിസ്റ്റർ അർജുൻ പറഞ്ഞ ചേട്ടനാണ്. നമുക്ക് ആ ചേട്ടനെ ക്ഷണിക്കാം. ഹായ്. ഹായ്, നമസ്കാരം. അപ്പോൾ നമുക്ക് ചേട്ടൻ്റെ അടുത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാം. ചേട്ടാ, ഇപ്പോൾ വോൾസ്വാഗനിൽ ഇപ്പോൾ എന്തൊക്കെ ഓഫേഴ്സാണ് നടക്കുന്നത്? വോൾസ്വാഗനിൽ നമുക്ക് ഓണം സംബന്ധിച്ച് ഒരു 2 ലക്ഷം രൂപ വരെയുള്ള ഓഫേഴ്സും കാര്യങ്ങളും റൺ ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാ ബുക്കിംഗ്സ് ടു റീറ്റെയിൽ പർച്ചേസിനും നമുക്കൊരു ഗോൾഡ് കോയിൻ സമ്മാനമായിട്ട് എല്ലാ കസ്റ്റമേഴ്സും നമ്മൾ ഓഫർ ചെയ്യുന്നുണ്ട്.
പിന്നെ വാറണ്ടി നമുക്ക് എക്സ്ട്രാ അങ്ങനെ കുറെ വാറണ്ടി നമുക്ക് വാറണ്ടിയിൽ ഇപ്പൊ നല്ല ഓഫേഴ്സ് റൺ ചെയ്യുന്നുണ്ട്. നമുക്ക് ഏകദേശം 9,000 രൂപ എക്സ്റ്റൻഡഡ് വാറണ്ടിയിൽ നമുക്ക് ഓഫേഴ്സ് കൊടുക്കുന്നുണ്ട്. 4 വർഷം നമ്മുടെ എല്ലാ സ്റ്റാൻഡേർഡ് വാറണ്ടി ആയിട്ട് എല്ലാ വണ്ടികൾക്കും 4 വർഷം നമ്മൾ വാറണ്ടി പ്രൊവൈഡ് ചെയ്യും. വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. ബാക്കി ബ്രാൻഡ്സ് ഒക്കെ 2 to 3 years ഒക്കെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ 4 years വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എക്സ്റ്റെൻഡ് അഡീഷണൽ 2 years 20,500 2 years നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. സോ ഇതൊരു നോർമൽ ഹൈലൈൻ വേരിയന്റിനേക്കാളും ഓണം എഡിഷൻ എന്ന് പറയുമ്പോൾ ലൈക്ക് വാട്ട്സ് ദ ഡിഫറൻസ്? ഓണം എഡിഷൻ എന്ന് പറഞ്ഞ വേരിയന്റ് അവര് ഈ ഓണത്തിന് ഒരു സ്പെഷ്യൽ ആയിട്ട് ഒരു ബ്ലാക്ക് കളർ ഇൻട്രൊഡ്യൂസ് ചെയ്തു മിഡിൽ വേരിയന്റിൽ. അതാണ് അവർ ഓണം എഡിഷൻ ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതിന് അഡീഷണൽ ആയിട്ട് ഒരു ഫീച്ചർ അവർ കൊണ്ടുവന്നത് ഫ്രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ്. നമുക്ക് ഒരു വണ്ടിയിലും ഇല്ലായിരുന്ന ഒരു ഫീച്ചറാണ്. ഫ്രണ്ടിൽ പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ നമുക്ക് പണ്ട് പോളോയിലൊക്കെ എല്ലാവർക്കും പരിചയം ഒരു ഡുവൽ ഹോൺ ഉണ്ട്. നല്ല ബാസുള്ള ഒരു ഹോൺ നമുക്ക് വണ്ടിയിൽ ഇല്ലായിരുന്നു. അതും അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതും ഈ വണ്ടിയിൽ വീക്ക് ഹോൺ ആയിരുന്നു. അത് ആ ഡുവൽ ഹോൺ വന്നിട്ടുണ്ട്. പിന്നെ പുഡിൽ ലാമ്പ് ഡോറ് തുറക്കുമ്പോൾ ഒരു VW പ്രൊജക്ഷൻ ആ ഒരു പുഡിൽ ലാമ്പ് BM-ലൊക്കെ ഉണ്ടായിരുന്ന ഡോർ തുറക്കുമ്പോൾ ഒരു എംബ്ലം വരുന്നുണ്ട്. ഇതൊക്കെ ആ പാക്കേജിലുള്ള ഇത് ആ പാക്കേജിലുള്ളതാണ്. ഓണം അപ്പൊ നല്ല പാക്കേജ് ആണ്. ഫുള്ളി പാക്കേജ് ഫിൽഡ് ആണ് ഓണം. സോ ലൈക്ക് ഈ ഒരു ഓണം എഡിഷന്റെ ഓൺ റോഡ് കോസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ഓണം എഡിഷൻ നമുക്ക് ഇപ്പം സ്റ്റാർട്ടിംഗ് പ്രൈസ് ഏകദേശം ഒരു 15.5 lakhs റേഞ്ചിൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. മാനുവൽ വേരിയന്റ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നുണ്ട്. ഓൺ റോഡ് പ്രൈസ് ആണ് വരുന്നത്. ഇത് ഓൺ റോഡ് ആണ് വരുന്നത്. വാല്യൂ ഫോർ മണി എന്നുള്ള രീതിയിൽ കൊണ്ടുവന്നൊരു ഇതാണല്ലേ? അതെ അതെ, അത്യാവശ്യം നല്ലൊരു വാല്യൂ ഫോർ മണി പാക്കേജ് ആണ്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. കോമ്പറ്റീഷൻ വൈസ് നോക്കുവാണെങ്കിൽ തന്നെ ഏറ്റവും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും വണ്ടിയിൽ വരുന്നുണ്ട്. ലൈക്ക് വാല്യൂ ഫോർ മണി ആയിട്ടൊരു കൊണ്ടുവന്നൊരു വേരിയന്റ് ആണ്. പിന്നെ നമുക്ക് കസ്റ്റമൈസേഷൻ, പലതരം കസ്റ്റമൈസേഷൻ കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആഡ് ഓൺസ് കുറെ ചെയ്യാൻ പറ്റും. ഇതിൽ തന്നെ സ്പോയിലേഴ്സ് ആഡ് ചെയ്യാം അല്ലേ? അതെ അതെ, റെയർ സ്പോയിലർ GT-ൽ വരുന്നത് സ്പോയിലേഴ്സ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അത് ആഡ് ഓൺ ആണ്. പിന്നെ അലോയ് ബ്ലാക്ക് ചെയ്യണമെങ്കിൽ എക്സ്ട്രാ ബ്ലാക്ക് ചെയ്യണമെങ്കിൽ അലോയ് ബ്ലാക്ക് 10,000. അതെ അതെ, ആ റേഞ്ച്. ഫുൾ അലോയ് ബ്ലാക്ക് ഔട്ട്. പിന്നെ കാലിപ്പേഴ്സ് നമുക്ക് വേണമെങ്കിൽ റെഡ് ചെയ്യാം അല്ലേ? അതും GT-ൽ വരുന്ന ഒരു ഫീച്ചർ ആണ്. GT ഫീച്ചർ കൊടുക്കുന്ന കാലിപ്പർ നമുക്ക് റെഡ് ചെയ്യാം. പിന്നെ അഡീഷണൽ ആയിട്ട് ഒരു സ്പോയിലർ കൊടുക്കാൻ പറ്റിയ ഒരു ഓപ്ഷൻ കൂടി പറഞ്ഞിരുന്നു. സ്പോയിലർ നമുക്ക് ചെയ്യാൻ പറ്റും. സ്പോയിലർ നമുക്ക് അഡീഷണൽ ആയിട്ട് നമുക്ക് ഏകദേശം ഒരു 6,000 റേഞ്ചിലാണ് സ്പോയിലറിന്റെ റേറ്റ് വരുന്നത്. ചേട്ടാ, എനിക്ക് മെയിൻ ആയിട്ട് അറിയേണ്ടത് ഇതിപ്പോ റിലയബിലിറ്റി എങ്ങനെയുണ്ട്? ഇപ്പൊ 1 ലിറ്റർ 1.5 ആയല്ലോ. ഓ ശരി ശരി. അതിപ്പോ എങ്ങനെയുണ്ട്? അപ്പം പഴയ ഇത് പോളോയും വെന്റോയുടെ ഒക്കെ ഒരു കാലഘട്ടത്തിൽ വെച്ചൊരു മിസ്കൺസെപ്ഷൻ ഉണ്ടായിരുന്നു കസ്റ്റമേഴ്സിന്. അത് നമ്മുടെ വോക്സ്വാഗൻ വണ്ടികളുടെ കോസ്റ്റ് ഓഫ് സർവീസ് പാർട്സ് ഇത് ഭയങ്കര ഹൈ ആയിരിക്കുമോ, മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ, ഒരു റിച്ച് മാൻ സെക്കൻഡ് കാർ എന്നറിയപ്പെടുന്ന രീതിയിൽ ആ ഒരു മിസ്കൺസെപ്ഷൻ ഉണ്ടായിരുന്നു. വണ്ടിക്ക് സർവീസ് കോസ്റ്റ് ഒരുപാട് കൂടുതലാവുമോ എന്നുള്ളത്. അത് തീർത്തും അത് തെറ്റാണെന്നുള്ളത് തെളിയിച്ചിരിക്കുകയാണ് വോക്സ്വാഗന്റെ ടൈഗൺ ആയാലും. നമുക്ക് ഒരു ആപ്പ് ഉണ്ട്, ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. വോക്സ്വാഗൻ കോസ്റ്റ് കാൽക്കുലേറ്റർ എന്നൊരു ആപ്പ് ഉണ്ട്. അത് നെറ്റിൽ അടിച്ചു കൊടുത്താൽ മതി. വോക്സ്വാഗൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം. കോസ്റ്റ് കാൽക്കുലേറ്റർ അതിൽ കയറിയിട്ട് വണ്ടിയുടെ അപ്പൊ അതിൽ ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ വണ്ടി ഏത് വണ്ടിയാണ് വേരിയന്റ് എല്ലാം ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എത്ര കിലോമീറ്ററിന്റെ സർവീസ് ആണെന്ന് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സർവീസിൽ എന്തൊക്കെ പാർട്സ് അവർ ചേഞ്ച് ചെയ്യും. ഫസ്റ്റ് സർവീസിന്റെ കേസ് ആണെങ്കിൽ 15,000 നമുക്ക് ഫസ്റ്റ് സർവീസ് വരുന്നത് ഓർ 1 year. അതിൽ എന്തൊക്കെ പാർട്സ് ആണ് അവർ ചേഞ്ച് ചെയ്യുന്നത്, ആ പാർട്സിന്റെ കോസ്റ്റ്, ഫൈനൽ എമൗണ്ട് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ഒരു ഹ്യുണ്ടായി ഈ ഒരു ക്ലാസ്സിലുള്ള ഹ്യുണ്ടായി അല്ലെങ്കിൽ കിയ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആ ഒരു സെയിം കോസ്റ്റ് തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. ലൈക്ക് ഇത് അസംബിൾ ചെയ്യണതും പാർട്സും എല്ലാം ഇന്ത്യൻ മെയ്ഡ് ആണല്ലേ? ഇപ്പൊ ഇന്ത്യൻ മെയ്ഡ് ആണ്. ഇപ്പൊ 1.5 വരുമ്പോ അതിന്റെ എഞ്ചിനും ഗിയർ ബോക്സും പ്യുവർ ജർമ്മൻ തന്നെയാണ്. 1 ലിറ്റർ ഗിയർ ബോക്സും എഞ്ചിനും മാത്രം CBO ആണ് അല്ലേ? ബാക്കി എല്ലാം പാർട്സും എല്ലാം ഇന്ത്യൻ മെയ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ കോസ്റ്റും വളരെ പണ്ടത്തെക്കാളും വളരെ കുറവാണ്. പിന്നെ ചേട്ടാ, ഈ കംഫർട്ട് ലൈൻ എടുക്കുന്നവർ അവർക്ക് കുറച്ചുകൂടി പ്രീമിയം കൊടുത്തത് ബെസ്റ്റ് ഓപ്ഷൻ അല്ല? അതെ, കംഫർട്ട് ലൈൻ നമുക്ക് ഒരു 13 lakhs ആണ് ഓൺ റോഡ് കോസ്റ്റ് വരുന്നത്. മാനുവൽ മാത്രമേ ഉള്ളൂ, ഓട്ടോമാറ്റിക് ഇല്ല. അപ്പൊ ആ ഒരു 13 lakhs റേഞ്ചിലാണ് ഏകദേശം നമുക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു 2.5 lakhs എക്സ്റ്റെൻഡ് ചെയ്യാന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഫീച്ചർ റിച്ച് ആയിട്ടുള്ള ഒരു വണ്ടി കിട്ടും. കാരണം അതാകുമ്പോ അലോയ് വീൽസ് വരുന്നില്ല, നമ്മൾ അത് അപ്ഗ്രേഡ് ചെയ്യേണ്ടി വരും. ഫോഗ് ലാമ്പ് വരുന്നില്ല,
അകത്ത് ക്ലൈമറ്റ് കൺട്രോൾ മാനുവൽ ആണ്, മാനുവൽ ക്ലൈമറ്റ് സ്ക്രീനും ചെറുത്, അങ്ങനെ കുറെ ചെറിയ ടച്ച് സ്ക്രീൻ ഷാർക്ക് ഫിനാന്റിന് വരുന്നില്ല. പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നില്ല. സെൻസേഴ്സ് ഒന്നും ഉണ്ടാവില്ല. ഒരു 2 lakhs എക്സ്ട്രാ കൊടുത്ത അത്രയും നല്ലതാണ്, അത്രയും വെർത്താണ്. വാല്യൂ ഫോർ മണി ആണ്. ഇപ്പൊ നമ്മൾ ലോൺ ഇട്ടാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ചെറിയൊരു ഡീവിയേഷൻ. ചെറിയൊരു ഡീവിയേഷൻ ആയിരുന്നു. അപ്പൊ ഈ വേരിയന്റ് എല്ലാവരും ചെക്ക് ഔട്ട് ചെയ്യാം. ലൈക് വാല്യൂ ഫോർ മണി വേരിയന്റ് ആണ്. ലൈക് ബേസ് മോഡൽ എടുക്കുന്നേക്കാളും എത്രയോ ബെറ്റർ ആണ്. 15 lakhs എല്ലാ ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട്. ലൈക്ക് ലോങ് ടേമിലേക്കാണെന്നുണ്ടെങ്കിൽ ദ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പിന്നെ നമ്മള് പറഞ്ഞില്ല 1 ലക്ഷം ഓടിയ GT ഒക്കെ ഇല്ലേ, അതിന് ഇഷ്യൂസ് ഒന്നും ഇതുവരെ വന്നില്ല. ഇല്ല, നമുക്ക് സർവീസിന് വരുന്നുണ്ട്. അപ്പൊ അതിന് ഈ ചില പെട്രോൾ പമ്പ്സുകാരൊക്കെ അവർക്ക് ഈ നയാറ പെട്രോൾ പമ്പ്സ് ഒക്കെ നമുക്ക് ഈ ഇടയ്ക്ക് ബൾക്ക് പർച്ചേസും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. അപ്പൊ അവരുടെ കമ്പനി ഒരു പോളിസി വെച്ചിട്ടുണ്ട്, വണ്ടിക്ക് മിനിമം 4 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് വേണം. നമ്മുടെ 5 സ്റ്റാർ സേഫ്റ്റി റേറ്റഡ് ആണ് എല്ലാം. അത് സ്റ്റോക്ക് ഇതാണ്. അതെ, പിന്നെ അവർക്ക് അവരുടെ ഒരു പ്രൈസ് റേഞ്ച് അവർ വെച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാ ക്രൈറ്റീരിയയും പാലിക്കുന്ന ഒരു വണ്ടി വെർട്ടസ് ആണ്. അതുകൊണ്ട് കമ്പനിക്ക് അവരെടുത്തു കൊടുത്തിരിക്കുന്ന വെർട്ടസ് ആണ്. അപ്പൊ അവർക്ക് ഡെയിലി എങ്ങനെ പോലും ഒരു 200-300 കിലോമീറ്റേഴ്സ് അവര് മാർക്കറ്റിന് വേണ്ടി ഇറങ്ങുന്നുണ്ട് സ്റ്റാഫ്സ്. അപ്പം അവരുടെ വണ്ടികൾ മിക്കതും ഒരു 2 years ഒക്കെ കഴിയുമ്പോൾ തന്നെ ഏകദേശം നല്ലൊരു റേഞ്ചിൽ കിലോമീറ്റർ ഓടും. അപ്പൊ അത് വണ്ടികളൊക്കെ സർവീസിന് വരുന്നുണ്ട്. അവരൊക്കെ നല്ല സാറ്റിസ്ഫൈഡ് ആണ്. ഇവിടെ സർവീസ് കൊടുക്കുകയാണെങ്കിൽ എങ്ങനെ, എത്ര ദിവസമാണ് സർവീസ്? നമുക്ക് ഇപ്പൊ ഫസ്റ്റ് സർവീസ് വരുന്നത് നമുക്ക് സെയിം ഡേ തന്നെ റിട്ടേൺ കസ്റ്റമേഴ്സിന് കിട്ടുന്നത്. കാരണം നമ്മൾ കറക്റ്റ് ആയിട്ട് സ്ലോട്ട് ബുക്ക് ചെയ്തിട്ടാണ് കസ്റ്റമർ ഡെലിവറി എടുക്കുന്ന സമയത്ത് തന്നെ ആരൊക്കെയാണ് കൺസേൺ പേഴ്സന്റെ നമ്പേഴ്സ്, കാർഡ്സ് എല്ലാം നമ്മളപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ കറക്റ്റ് ആയിട്ട് കസ്റ്റമർ സർവീസിന്റെ ടൈമിൽ ഓൾറെഡി ഇവിടുന്ന് കോൾ ചെല്ലും. ഏർലി ആയിട്ടാണ് സർവീസ് വരുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് ഈ നമ്പറിൽ ഇൻഫോം ചെയ്ത് കഴിഞ്ഞാൽ അവർ കറക്റ്റ് ഡേറ്റ് ബുക്ക് ചെയ്യും. പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് അടക്കം അവർ അറേഞ്ച് ചെയ്തും കൊടുക്കും. ലൈക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം അറിയണമെങ്കിൽ ചേട്ടന്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. പിന്നെ DSG ഗിയർ ബോക്സ് എല്ലാവർക്കും ഒരു പേടി ഉണ്ടായിരുന്നു, DQ200 കംപ്ലൈന്റ്സ് വരുമോ? അതെ, നമുക്ക് ഈ പുതിയതായിട്ട് ഇവര് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ഗിയർ ബോക്സ് DSG ഇതുവരെ കംപ്ലൈന്റ്സ് ഒന്നും കാര്യങ്ങളും വന്നിട്ടില്ല. എല്ലാവരുടെ ഒരു പേടിയാണ് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പാടാവോ. പക്ഷെ DSG വൺസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഒരു ഗിയർ ബോക്സ് നമുക്ക് ഇഷ്ടപ്പെടില്ല. ഫാസ്റ്റ് ഷിഫ്റ്റിംഗ് എല്ലാവർക്കും ഭയങ്കര. അതെ അതെ അതെ. പിന്നെ ഈ റെക്കോർഡ് ഭയങ്കര ഒരു അത്ഭുതം. അതെ അതെ, ഇത് ട്രാക്കിലാണ് അവർ ഓടിച്ചത്. 24 hours കണ്ടിന്യൂസ്ലി ഫ്യൂല് ഫിൽ ചെയ്യാൻ മാത്രമാണ് സ്റ്റോപ്പ് ചെയ്തത്. ബാക്കി കണ്ടിന്യൂസ് ആയിട്ട് ഡ്രൈവ് ചെയ്തു. അതിൽ ഏകദേശം 1 ലിറ്റർ എഞ്ചിൻ 4357 കിലോമീറ്റർ റൺ ചെയ്തു. അപ്പൊ നമുക്ക് അത്യാവശ്യം നല്ല 29 ഫ്യൂൽ എഫിഷ്യൻസിയും കിട്ടിയിരുന്നു. അത് ട്രാക്ക് ആയതുകൊണ്ടാണ്. വണ്ടിക്ക് ഒരു ഓവർഹീറ്റ് ഇഷ്യൂസ് ഒന്നും രണ്ടിനും 1-ലും 1.5-ലും അങ്ങനെ ഹീറ്റിംഗ് ഇഷ്യൂസ് ഒന്നും വന്നില്ല. പറയുകയാണെങ്കിൽ ഒരു ജർമ്മൻ എടുക്കുന്ന ആൾക്ക് ഒരു പേടി ഉണ്ടാവുമല്ലോ റിലയബിലിറ്റി, പക്ഷെ അതിപ്പോ കുറെ സോർട്ട് ഔട്ട് ചെയ്ത് 100%. നമുക്ക് ഇപ്പൊ ജർമ്മൻ വാഹനങ്ങളുടെ ഒരു നിര എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പൊ മെഴ്സിഡീസ്, ഓഡി, പോർഷെ ആ ഒരു റേഞ്ചിലോട്ടാണ് ആൾക്കാർ നോക്കുന്നത്. പക്ഷെ ഏറ്റവും ബേസ് വേരിയന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ Volkswagen തന്നെയാണ്. താങ്ക് യു കേട്ടോ, അതെല്ലാം അറിഞ്ഞില്ല എല്ലാവരും. താങ്ക് യു സോ മച്ച്. താങ്ക് യു. സോ എല്ലാവർക്കും ഈ വീഡിയോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബിഗ് താങ്ക്സ് ടു മിസ്റ്റർ വിനോദ് ആൻഡ് മിസ്റ്റർ അർജുൻ for having us here, and a big thanks to Volkswagen Cochin for bringing us here and showing us and giving us an opportunity to review this amazing car. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഇതുപോലത്തെ ഇനി വീഡിയോസും റിവ്യൂസും കാണാനെ ഡു സബ്സ്ക്രൈബ് ടു റിവ്യൂ രസം. ആൻഡ് നമ്മുടെ ചാനലിൻ്റെ വക ഒരു വലിയ താങ്ക്സ് ടു ഓൾ ആൻഡ് ദിസ് ഗ്രോത്ത് that we have achieved. Do comment down ഞങ്ങളുടെ സജഷൻസും നമ്മുടെ മിസ്റ്റേക്സും ഇതെല്ലാം നിങ്ങളുടെ ഒപ്പീനിയൻസ് എല്ലാം ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളിത് കാണുന്നത് നമ്മുടെ തിരുവോണ ദിവസമായിരിക്കും. ഒരു ബിഗ് ഹാപ്പി ഓണം.